അപ്പൊ പുതിന എന്ന് പറയുന്നത് പുതിന അതുകൊണ്ടൊക്കെ പുതിനോട്ടൊക്കെ സമയത്ത് പോള മിഠായിയൊക്കെ വെക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മള് ഫുഡ് ബിരിയാണിയിലൊക്കെ ചേർക്കും. അപ്പൊ പുതിനയില എന്ന് പറഞ്ഞാൽ പുതിനയില അത് വേറൊരു ടൈപ്പ്, ഇച്ചിരി വലിപ്പമാണ്. ഇത് പീർമിന്റ്, പുതിനയുടെ അതേ ടേസ്റ്റ് പീർമിന്റ്. ഇത് പിന്നെ നമ്മള് ചൂയും ഗമ്മായിട്ടൊക്കെ മിഠായിക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ. പിന്നെ നമ്മൾ ആഹാരം കഴിച്ചാൽ നമ്മളെ മുഖത്തിനൊക്കെ നല്ല വാസന കിട്ടും. ഇതാണ് എവർഗ്രീൻ ഗ്രാസ് പ്ലാന്റ് ബൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ലാസ്റ്റ് ലോങ്ങാണ്. നമുക്ക് ഒരു പ്ലാസ്റ്റിക് മാതിരി ഇരിക്കുമല്ലേ, ഒക്കെ പ്ലാസ്റ്റിക് മാതിരി ഇരിക്കുന്നത്. ഫ്ലവർ ഡാലിയ പൂവ്, ഡാലിയ ഫ്ലവറൊക്കെ അറിയാമല്ലോ, പല കളറുണ്ട്. പക്ഷെ ഒരു കളർ ഈ ലെമൺ ഗ്രാസിൽ ഈ അറ്റത്ത് ഒരു ഇതുപോലെ വരും, അത് ഒരു പൂ മാതിരി. അത് വരാൻ സാധ്യതയുണ്ട്. കണ്ടോ, വളർന്നു പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഉണ്ടാകും അത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ വാറ്റുപുല്ലൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ അതുപോലെ ഉണ്ടാകും. നെടുനീളത്തിൽ കയറി പോകുന്നുണ്ട്, ഉണ്ടാകും. സ്വീറ്റ് ടൊമാറ്റോ നമ്മളവിടെ കണ്ടില്ലേ. പൊൻഗ്രാനൈറ്റ്, മാതളനാരകം, പൊൻഗ്രാനൈറ്റ്, ഇതിന്റെ ഇത് ശരിക്ക് ഒരു ഷാർപ്പ് എഡ്ജുണ്ട്, ആ മുള്ളുണ്ട് അവിടെ ഈ സൈഡിൽ. അങ്ങനെ ആ ഇലയിലും കൊടുക്കണം. അത് മണത്ത് നോക്കിയേ. അസാമീസ് കൊറിയാണ്ടർ, ആസാമീസ് കൊറിയാണ്ടർ, നല്ല നല്ല സ്മെല്ല്. 2 ടൈപ്പ് ഉണ്ട്. ഇതല്ല, ഇത് ഈറ്റിംഗ് പർപ്പസസാണ്, അത് ഈറ്റിംഗ് ഇല്ല. ഇത് നമ്മള് മല്ലിയിലല്ലേ, നമ്മള് സാമ്പാറിനകത്ത് രസമൊക്കെ വെക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടത്തില്ലേ. പിന്നെ ചിക്കൻ കറിയിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുമാതിരിയുള്ള ആസാമീസ് കൊറിയാണ്ടറാണ്. ഓക്കെ. പിന്നെ ഈ താഴോട്ട് കാണുന്നതെല്ലാം കാർഡമോൺ പ്ലാന്റേഷൻ ആണ്. ഇതൊക്കെ എന്ത് തടിയാ? അത് കടന്നു, അത് കടന്നു. ആടലോടകം അറിയാമല്ലോ. ആടലോടകം നമുക്ക് പിന്നെ ബ്രോങ്കൈറ്റിസ് ഡിസീസിന് ഏറ്റവും ഫലവത്തായ ഔഷധം നിർമ്മിക്കുന്നുണ്ട്. ഇത് കയ്പ്പാണ്, കയ്പ്പ് രസമാണുള്ളത്. ഇതിൽ നിന്ന് ഈ ഇലയിൽ നിന്നും ഒരു പൗഡർ രൂപത്തിൽ ഒരു മരുന്നുണ്ടാക്കുന്നുണ്ട്. ഇത് കയ്പ്പായതുകൊണ്ട് നമുക്കിത് തേന് ചാലിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് ബ്രോങ്കൈറ്റിസിനെ തടയാനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ്. ചുമക്ക് കൊടുക്കാറില്ല, ചുമക്ക് ഡ്രൈ കഫിന്, അത് ബ്രോങ്കൈറ്റിസ്, ആസ്മ, കഫ്, ഡ്രൈ കഫ്, ഇതിനൊക്കെ ഏറ്റവും ഫലവത്തായ ഒരു ഔഷധമാണ്. ഈ മരം എന്താണെന്ന് വല്ല പിടിയുണ്ടോ? ഇല്ല, ഒരു പിടിയില്ല. ആ സൈഡിൽ കായൊക്കെ ധാരാളം ഉണ്ട്. ബ്രാഞ്ചസിൽ നിറയെ കായുണ്ട്, ഒരുമാതിരി നീലക്കായുണ്ട്. ഇത് ഫ്രൂട്ട്സ് അല്ല, ഭക്ഷണയോഗ്യമല്ല. പക്ഷെ ഇതിനുള്ളിൽ ഒരു കായുണ്ട്. അത് ശിവപൂജയ്ക്ക് എടുക്കുന്നതാണ്. രുദ്രാക്ഷം. രുദ്രാക്ഷം. എന്റെ കായ എന്താ ബ്രാഞ്ചസിൽ കാണുന്ന മൊത്തം കായാണ്. ആ കായ് എങ്ങനെ ദിവസം താഴെ വീഴും. അതിനു മുമ്പ് വവ്വാലും കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോകും. ആ കായ എടുത്ത് വെള്ളത്തിലിട്ട് 2 ആഴ്ച വെള്ളത്തിലിട്ടിരുന്നിട്ട് അതിൻ്റെ അകത്തുള്ള അതെല്ലാം അലിഞ്ഞ് പോകുമ്പോഴത്തേക്ക് കഴുകി ഒരു സ്പെഷ്യൽ ബ്രഷ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് രുദ്രാക്ഷക്കായ. ഇത് കൂടുതലും 5 മുഖമാണ്. അതെങ്ങനെയാ രുദ്രാക്ഷം ഉണ്ടാവുന്നത്? രുദ്രാക്ഷം ആ കായ കാണുന്നില്ലേ മാഡം, ആ കായ എടുത്ത് നമ്മൾ വെള്ളത്തിലിടണം. വെള്ളത്തിൽ 2 ആഴ്ച ഇട്ടേക്കത്തേക്ക് അതിൻ്റെ ഉള്ളിലെല്ലാം കൂടെ അലിഞ്ഞു പോകും. അതെടുത്തിട്ട് ഒരു സ്പെഷ്യൽ ബ്രഷ്, നമ്മുടെ ടൂത്ത് ബ്രഷ് മാതിരിയുള്ള ബ്രഷ് എടുത്ത് ക്ലീൻ ചെയ്തെടുത്ത് വെയിലത്തെ ചുണക്കുമ്പോൾ അതിൻ്റെ രുദ്രാക്ഷക്കായ. വേറെ മാലയുണ്ടാക്കി അത് ഇടുമ്പോഴല്ലേ പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറയുന്നത്, സയൻസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഒരു മുഖം ഭയങ്കര ഭാഗ്യമുള്ളതാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ഇതിൽ നിന്ന് കൂടുതലായിട്ടും കിട്ടുന്ന 5 മുഖമാണ് കിട്ടുന്നത്.
ഇതിന്റെ ഒരു സീഡ് കിട്ടുമോ? ഇല്ല, സീഡ് കിട്ടത്തില്ല. ഇതിന്റെ റൂട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഇത്രയും അല്ല, ഈ ഫ്രൂട്ട് അല്ലേ നമ്മൾ ഉണക്കിട്ടെടുക്കുന്നത്, അതല്ലേ രുദ്ര? അതിന്റെ ഉള്ളിലാണ് ആ കായിരിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് ആ കായിരിക്കുന്നത്. ആ പുറന്തോട് അതിന്റെ കിളികൾ ഭക്ഷിക്കുന്നത്, കണ്ണാനും കിളികളൊക്കെ ഭക്ഷിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ടേസ്റ്റ് കാണുമായിരിക്കും.